കർഷകരെ കള്ളക്കേസിൽ കുടുക്കാനുള്ള വനംവകുപ്പ് ശ്രമത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കൊട്ടിയൂർ ജനത. നൂറുകണക്കിന് കർഷകരാണ് പ്രതിഷേധ പ്രകടനത്തിലും പൊതുസമ്മേളനത്തിലും പങ്കെടുത്തത്. കൊട്ടിയൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേളകം, അടയ്ക്കാത്തോട്, ചെട്ടിയാമ്പറമ്പ് മേഖലകളിൽ നിന്നും കർഷകരും പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു. സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പിന്നീട് അടുത്ത പഞ്ചായത്ത് പായം പഞ്ചായത്തിലേക്ക് അത് വന്നു. ഞാൻ നിയമസഭയിലുള്ളപ്പോൾ വൈകുന്നേരം ഒരാളെന്നെ വിളിച്ചു. നമ്മുടെ കുന്നോത്ത് എസ്റ്റേറ്റ് സെമിനാരിയുടെ ഭാഗത്ത് മെയിൻ റോഡ്, ഇരിട്ടിക്കൂട്ടുപുഴ റോഡ്, മെയിൻ റോഡ് ഈ കടുവ ചാടിക്കിടക്കുന്നത്, ഒരു വണ്ടിയുടെ മുകളിൽ ചാടിക്കിടക്കുന്നത് കണ്ടയാളെന്നെ വിളിച്ചു. ഞാൻ ആ കാര്യം ആളുകളോട് പറഞ്ഞു. കർഷകരെ കള്ളക്കേസിൽ കുടുക്കാനുള്ള വനംവകുപ്പ് ശ്രമം ഏതുവിധേനയും ചെറുത്തു തോൽപ്പിക്കുമെന്ന് സണ്ണി ജോസഫ് MLA പറഞ്ഞു. ഇത് സൂചനാ സമരം മാത്രമാണ്. സൂചന കണ്ട് വനംവകുപ്പിന്റെ നിലപാട് മാറ്റിയില്ലെങ്കിൽ പിന്നെ സംഭവിക്കുന്നത് പ്രവചനാതീതമായിരിക്കുമെന്നും MLA കൂട്ടിച്ചേർത്തു. കൊട്ടിയൂർ നീണ്ടുനോക്കിയിൽ നിന്നാരംഭിച്ച പ്രതിഷേധ പന്തംകൊളുത്തി പ്രകടനം കണ്ടപ്പുനം ഫോറസ്റ്റ് ഓഫീസിനു മുൻപിൽ സമാപിച്ചു. കൊട്ടിയൂർ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ സജി പുഞ്ചയിൽ മുഖ്യപ്രഭാഷണം നടത്തി. സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ. ISI ISO അംഗീകാരവും 5 സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു. സെൽ പ്രൈമിംഗ് പാംസ്, സെൻട്രിഫ്യൂഗൽ, ഓപ്പൺ വെൽ, ബോർവെൽ, സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ. സിൽവർ പാംസ്, ഏവരും ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുന്ന പമ്പ്.